Hi dears, welcome to HusDesign. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ കട്ട് ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. കട്ട് ബീഡ്സും അതുപോലെ തന്നെ ആൻറ്റിക് ഗോൾഡ് കളറിലെ ഷുഗർ ബീഡ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് തരം ബീഡ്സാണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമുക്കൊരു സ്റ്റിക്ക് ബീഡും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഞാൻ വർക്ക് ചെയ്യാൻ നേരം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ നെക്ക് പാറ്റേൺ. അപ്പോൾ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ലീഫായിട്ടാണ് വന്നേക്കുന്നത്. മനസ്സിലായോ? അതായത് ലീഫാണ് വന്നേക്കുന്നത്. ലീഫ് പിന്നെ മുകളിലേക്ക് നമുക്ക് ഒരു ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചരിച്ച് ചരിച്ചാണ് വരച്ച് കൊടുത്തിരിക്കുന്നത്. അതായത് എല്ലാം ഒരേ അളവായിരിക്കണം. നമുക്ക് കോർണർ ടു കോർണർ ഭാഗത്തേക്ക് ചെറിയ ചെറിയ ലൈൻസ് ആദ്യം ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഓരോ ലീഫുകൾ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് മെറ്റീരിയലിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു യോക്കിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 8 അല്ലെങ്കിൽ 9 ഇഞ്ചോളം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ മെറ്റീരിയലിലേക്ക് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ തിക്കായിട്ട് അങ്ങനെ വരച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 9 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്കെയിൽ യൂസ് ചെയ്തിട്ട് അവിടുന്ന് ഇതുപോലെ ജസ്റ്റ് ഓരോ പോയിൻ്റ് പോലെ ഒന്നിട്ട് താഴത്തെ ഒരു കോർണർ ഭാഗത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും ഒരു ഗ്യാപ്പിൽ നമുക്കിതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പോയിൻ്റ് ഇടുക. അപ്പോൾ ആ പോയിൻ്റുള്ള ഭാഗത്തൊക്കെ നമുക്ക് ലീഫായിട്ടോ വരുന്നത്. അപ്പം നമ്മൾ പിക്ചറിൽ കണ്ടില്ലേ, അതേപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ആദ്യം ഡോട്ട്സൊക്കെ നമ്മളിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആ ഒരു കറക്റ്റ് മെഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു യോക്കിന് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ 9 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിട്ട്, അതായത് നമ്മുടെ നെക്കിൻ്റെ 2 സൈഡിൽ നിന്നാണ് താഴേക്ക് ലൈൻ പോലെ ബോർഡർ ലൈൻ വരച്ചിട്ടാണ് അതിനകത്താണ് ഈ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് പോയിൻ്റ് ഇട്ട ഭാഗത്ത്. ഇനിയിപ്പോൾ ഞാൻ ഓരോ പോയിൻ്റ് ഇട്ട ഭാഗത്തേക്കും ലീഫും അതുപോലെ നമ്മുടെ ഒരു ഫ്ലവർ, ചെറിയൊരു കുഞ്ഞു ഫ്ലവർ പോലെയുള്ള നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ 2 ലീഫ് 2 സൈഡിലേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വി ഷേപ്പിലുള്ള നമുക്ക് സ്റ്റിക്ക് ബീഡായിട്ടോ അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഡിസൈന്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പോയിൻ്റിൽ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ലൈൻ പോലെ വരും, ഒരേ ഭാഗത്തേക്ക് പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണത് വരച്ച് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ്റെ ഒരു പാറ്റേൺ. ഇനിയിപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, അതിൻ്റെ ലീഫ് ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോർമൽ നീഡിലായിട്ട് എടുത്തിട്ടുള്ളത് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഒരു 3 കട്ട് ബീഡ്സ് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് ലീഫ് ഒന്ന് ചരിച്ച് കൊണ്ടുവന്ന് നീഡിൽ ഇറക്കുക. പിന്നെ അടുത്തത് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് എടുക്കുക. പിന്നെ ഇത് നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു പെറ്റലിൻ്റെ കുറച്ച് മുമ്പിലേക്ക് നീളത്തക്ക വിധത്തിൽ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മുകളിലേക്ക് നിൽക്കത്തക്ക വിധത്തിൽ. അപ്പോൾ ഇങ്ങനെ കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ചെയ്യുമ്പോഴും അടുത്ത ലീഫ് ചെയ്യുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് ഒരു സൈഡിലേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് എളുപ്പത്തിലാണ് ഈ ഡിസൈൻ ചെയ്യണമെന്ന് അറിയാം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. പാർട്ടി വെയർ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത്. കാരണം ബിഗിനേഴ്സിന് പെട്ടെന്ന് ഒരു പാർട്ടി വെയർ ഒക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈൻ നല്ലതായിരിക്കും. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ലീഫൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്റ്റിക്ക് ബീഡ് കണ്ടോ, ഒരു ആൻറ്റിക് ഗോൾഡ് കളറിൻ്റെ സ്റ്റിക്ക് ബീഡാണ് കേട്ടോ. ഞാനിപ്പോൾ ബാക്കിയുള്ള ലീഫുകളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് ബീഡ് ഒന്ന് 2 സൈഡിലേക്കും ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്റ്റിക്ക് ബീഡും ഒരു ഷുഗർ ബീഡും കൂടെ ഒരുമിച്ചൊന്ന് എടുക്കുക. കണ്ടോ, ഇതേപോലെ എടുത്തിട്ട് ഒരു സൈഡിലേക്ക് കുത്തി, പിന്നെ നമുക്ക് അടുത്തതെടുക്കുമ്പോഴും താഴെ നിന്ന് എടുത്തിട്ട് ഒരു സ്റ്റിക്ക് ബീഡും ഒരു ഷുഗർ ബീഡും. കണ്ടോ, ഇനി നമുക്ക് സെൻറ്ററിൽ നിന്ന് ത്രെഡ് കൊണ്ടുവരാം. എന്നിട്ട് മുകളിലേക്ക്. കണ്ടോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡിസൈൻ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും ചെയ്ത് വരുമ്പോൾ കാണാനായിട്ട്.
അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. ഫ്യൂച്ചറിലിടുന്ന ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ ഉപകാരപ്പെടും കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ വരച്ചു കൊടുത്ത പോലെ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസിനായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്